നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. താമരവെള്ളച്ചാൽ ഒളകര ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് മന്ത്രി കെ രാജൻ വനാവകാശ രേഖ കൈമാറി. കേരള കാർഷിക സർവകലാശാലയുടെ 2024 ബിരുദദാന ചടങ്ങ് ജൂലൈ 26 ഗവർണർ നിർവഹിക്കും. കനത്ത മഴ ആസ്വദിച്ചും അവഗണിച്ചും അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം. വാർത്തകൾ വിശദമായി. താമരവെള്ളച്ചാൽ ഒളകര ഉന്നതികളെയും ചാലക്കുടി താലൂക്കിലെ പോത്തുപാറ വെട്ടിക്കുഴി ഉന്നതികളെയും തലപ്പള്ളി താലൂക്കിലെ കാളപ്പാറ കാക്കിനിക്കാട് ഉന്നതികളെയും റവന്യൂ വില്ലേജായി മാറ്റും. ബാക്കിയുള്ള ഉന്നതികളെ റവന്യൂ വില്ലേജായി മാറ്റുന്ന നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മാർച്ച് 22 ഒളകര ഉന്നതിയിലെ 44 കുടുംബങ്ങൾക്കുള്ള വനാവകാശ രേഖ കൈമാറിയ ചടങ്ങിൽ റവന്യൂ മന്ത്രി ഉന്നതികളെ സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കി നികുതി അടയ്ക്കാനുള്ള അവകാശം കൂടി നൽകി റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒളകര ഉന്നതിയിലെ 44 കുടുംബങ്ങൾക്ക് വനാവകാശ രേഖ കൈമാറിയും അതിരപ്പള്ളി പഞ്ചായത്തിലെ 24 കുടുംബങ്ങളുടെ ഭൂമി പ്രശ്നം പരിഹരിച്ചും അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതിയിലുള്ളവരുടെ പുനരധിവാസ നടപടികൾ കൂടി പൂർത്തിയാകുന്നതോടെ തൃശൂർ ജില്ലയിലെ ആദിവാസി മേഖലയിലുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോടൊപ്പം സമ്പൂർണ്ണ വ്യക്തിഗത വനാവകാശ രേഖ നൽകിയ ജില്ലയാകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. വ്യക്തിഗത വനാവകാശ രേഖ അനുവദിച്ചിട്ടുള്ള പട്ടികവർഗ സങ്കേതങ്ങൾ, ഊരുകൾ റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്യുന്ന ആദ്യത്തെ ജില്ലയായി തൃശൂർ. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ തെക്കുംകര പഞ്ചായത്തിലെ കാക്കിനിക്കാട് ഉന്നതിയെ റവന്യൂ വില്ലേജായി മാറ്റിക്കൊണ്ടുള്ള വിജ്ഞാപനം ജില്ലാ കളക്ടർ ഊരുമൂപ്പൻ അനിലിന് കൈമാറി. സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, തലപ്പള്ളി തഹസിൽദാർ MR രാജേഷ്, ഭൂരേഖ തഹസിൽദാർ C സന്തോഷ്, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ N അൻസാദ്, വില്ലേജ് ഓഫീസർ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ, പ്രൊമോട്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാലയുടെ 2024 ബിരുദദാന ചടങ്ങ് 26 2 മണിക്ക് ഹയാത്ത് റീജൻസിയിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരള ഗവർണർ വിശ്വനാഥ് ഹാർലേക്കർ ബിരുദദാന ചടങ്ങ് നടത്തും. കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ്, റവന്യൂ മന്ത്രി കെ രാജൻ, വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് എന്നിവർ പങ്കെടുക്കും. കൃഷി, എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി എന്നീ ഫാക്കൽറ്റികളിലായി 70 ഡോക്ടറേറ്റ്, 222 ബിരുദാനന്തര ബിരുദം, 565 ബിരുദം, 65 ഡിപ്ലോമ എന്നിവ നൽകും. 117 പേർ നേരിട്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ രജിസ്ട്രാർ ഡോക്ടർ A സക്കീർ ഹുസൈൻ, ഡോക്ടർ S ഗോപകുമാർ, ഡോക്ടർ സലജ എന്നിവർ പങ്കെടുത്തു. കാലവർഷം ശക്തി പ്രാപിച്ച അതിരപ്പള്ളി വാഴച്ചാൽ പുഴ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയതോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒരു മനോഹര കാഴ്ചയായിരിക്കുന്നു. വെള്ളച്ചാട്ടവും പുഴയും കാണാൻ പ്രവൃത്തി ദിവസമായിട്ടും നിരവധി സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിരപ്പള്ളിക്കപ്പുറം ചാർപ്പ വെള്ളച്ചാട്ടവും മനോഹര ദൃശ്യവിരുന്നൊരുക്കിയിട്ടുണ്ട്. വാഴച്ചാൽ മേഖലയിലെ വനങ്ങളിലും ശക്തിയായ മഴ തുടരുന്നത് കാണാനും ആസ്വദിക്കാനും മഴയിൽ മതിമറന്നാടാനും നിരവധി പേർ എത്തുന്നു. PBCA തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ചും ധർണയും PBCA ജില്ലാ രക്ഷാധികാരി TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KV ജയചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. ട്രഷറർ PM ഗീത, മുൻ ജില്ലാ സെക്രട്ടറി NA ജോൺ, K മഞ്ജുനാഥൻ, EV സജയൻ, PB കിഷോർ എന്നിവർ സംസാരിച്ചു. വിൽസൺ P ജോൺ നന്ദി അറിയിച്ചു. ഗുജറാത്തിലും പഞ്ചാബിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി സ്ഥാനാർത്ഥികൾ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം തൃശൂർ കോർപ്പറേഷന് മുൻപിൽ നിന്നും തുടങ്ങി സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷൻ പരിസരത്ത് സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ, സെക്രട്ടറി ഇൻചാർജ് ബിന്നി പൊന്തേക്കൻ, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ, ജോളി ജോൺ, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സോഷ്യൽ മീഡിയ വൈസ് പ്രസിഡന്റ് ആൻസൺ ജോൺസൺ, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീബ ഗോപി,
SVS പ്രസിഡന്റ് ലോറൻസ് മങ്കര, മണ്ഡലം പ്രസിഡന്റുമാരായ ജോൺസൺ ഐനിക്കൽ, റോയ് പുരണാട്ടുകര, ജിജിമോൻ എന്നിവർ പങ്കെടുത്തു. വിജയിച്ചു കാണിച്ചതാണ്. ഇന്ത്യ മുഴുവൻ ഇന്ന് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ സന്തോഷിക്കുന്ന ദിവസമാണ്. മതേതരത്വവാദികൾ മുഴുവൻ സന്തോഷിക്കുന്ന വിജയമാണ്. ഒരു കാരണം കൂടെ ഞാൻ പറയാം. 1949 നിലവിൽ വന്ന ഭരണഘടനയിൽ, നമ്മുടെ ശക്തമായ ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും ഉണ്ടായിരുന്നില്ല. അന്ന് അംബേദ്കറോട് പലരും പറഞ്ഞു, നമുക്ക് മതേതരത്വം എന്ന വാക്ക് ഇപ്പോൾ തന്നെ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ പറഞ്ഞത് വേണ്ട, നമ്മുടെ വരും തലമുറകൾക്ക് ചെയ്യാനായി എന്തെങ്കിലും വേണം, നമ്മൾ തന്നെ ഇപ്പോൾ ഭരണഘടനയിലെല്ലാം എഴുതേണ്ടതില്ല എന്ന് പറഞ്ഞ് നീട്ടിവെച്ച മതേതരത്വവും സോഷ്യലിസവും അത് പിന്നീട് 1976 നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയ ഭരണാധികാരികൾ 1976 മതേതരത്വവും സോഷ്യലിസവും നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചു. എന്നാൽ ഇന്ന് ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ഈ അഡീഷൻ, അവർ പറയുന്നത് ഒറിജിനൽ ഭരണഘടന മതി എന്നാണ്. ഈ 76 കൂട്ടിച്ചേർത്ത് മതേതരത്വവും സോഷ്യലിസവും നമുക്ക് വേണ്ട എന്ന RSSന്റെ അജണ്ട, അതാണ് നമുക്ക് വേണ്ടത്. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ജൂൺ 28 മുതൽ ജൂലൈ 2 വരെ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, സീനിയർ, മാസ്റ്റേഴ്സ്, ഫിസിക്കലി ഡിസേബിൾഡ് എന്നീ വിഭാഗങ്ങളിൽ പുരുഷ വനിത ടീമുകൾ മത്സരിക്കും. 2500 കായിക താരങ്ങളും 200 ഒഫീഷ്യൽസും 30 വർഷമായി പുരുഷന്മാരും 12 വർഷമായി വനിതാ വിഭാഗത്തിലും കേരളമാണ് ചാമ്പ്യന്മാർ. ഉദ്ഘാടനം 29 വൈകിട്ട് 6 മണിക്ക് മന്ത്രി അബ്ദുൾ റഹ്മാൻ നിർവഹിക്കും. ജൂലൈ 1 സമാപന സമ്മേളനം റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജോജി ഏളൂർ, ജോഷി ഫ്രാൻസിസ്, സുകുമാരൻ, ജെയ്മോൻ, PA ഹസൻ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് മാർ ഒസ്താസിയോസ് അധ്യാപക പരിശീലന കേന്ദ്രം പ്രിൻസിപ്പാളും ആത്മീയ സാമൂഹിക പ്രവർത്തകനുമായ CP ബാബു മാസ്റ്ററെ കൂനമ്മൂച്ചി സത്സംഗ് ആദരിച്ചു. തണ്ടിലം സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ ആതുര ശുശ്രൂഷ രംഗത്തെ സജീവ സാന്നിധ്യമായ ഫാദർ ഡേവിസ് ചെറമൽ മാസ്റ്ററെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ CI പൗലോസ്, ജില്ലി സൈമൺ, സിൻജോ, സുഗിൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതരേഖ പുസ്തകവും മാസ്റ്റർക്ക് സമ്മാനിച്ചു. അധ്യാപന രംഗത്തും ആത്മീയ സാമൂഹ്യ രംഗത്തും മാസ്റ്റർ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ആദരം സമർപ്പിച്ചത്. CP ബാബു മറുപടി പ്രസംഗം നടത്തി. അലൻ ജോൺ K സ്വാഗതവും വിസ്മയ MS നന്ദിയും അറിയിച്ചു. പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൃശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പൂങ്കുന്നം ഗുരുവായൂർ റോഡ്. മാസങ്ങളായി റോഡ് പണിയുടെ പേരിൽ അടച്ചിട്ടിരിക്കുകയാണ്. സമയബന്ധിതമായി പണി തീർക്കാത്തതിനാൽ 10,000-കണക്കിന് ആളുകൾ ബുദ്ധിമുട്ടുന്നു. മാസങ്ങളായി പണി തീരാതെ റോഡ് ഇങ്ങനെ കിടക്കുന്നത് കരാറുകാർക്ക് പണം നൽകാതെ അഴിമതി നടത്തിയതുകൊണ്ടാണെന്ന് അനീഷ് കുമാർ പറഞ്ഞു. അയ്യന്തോൾ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി എന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പൂങ്കുന്നം ഡിവിഷൻ കൌൺസിലർ ഡോക്ടർ V ആതിര പറഞ്ഞു. BJP ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, MS സമ്പൂർണ, ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ പൂർണിമ സുരേഷ്, സുധീഷ് മേനോത്തുപറമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന മൗലികമായിട്ടുള്ള അവകാശമാണ്. 24 മണിക്കൂറും ഭരണഘടനയെ കുറിച്ച് പറയുന്നവര് ഊണിലും ഉറക്കത്തിലും ഭരണഘടനയാണ്. അങ്ങനെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞാൽ മാത്രം പോരാ, ഭരണഘടനയിൽ എന്താണ് എഴുതിയിട്ടുള്ളത്, തങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും കൂടി ഭരണക്കാർക്ക് ഉണ്ടാക്കണം. ആ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ വഴി നടക്കാനുള്ള അവകാശം. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി APN നമ്പൂതിരി മാഷിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രൊഫസർ PC തോമസിന് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ജൂൺ 25-ന് സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5 മണിക്ക് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി 25,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും. കലാഭവൻ മനോജ്, ഇന്ദുലേഖ വാര്യർ, ആര്യ സുഭാഷ്, ബിനീഷ് ഗംഗ, അശ്വതി എന്നിവർ പങ്കെടുക്കുന്ന ഗാനസന്ധ്യയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജയരാജ് വാര്യർ, സുകുമാരൻ, മധു ആനലൂർ, ഡോക്ടർ ഗീത എന്നിവർ പങ്കെടുത്തു. ഗവൺമെന്റ് മോഡൽ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ശരീരവും മനസ്സും ഉല്ലാസത്തോടെ നിലനിർത്തുന്നതിന് യോഗയുടെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മുൻപിൽ തെളിയിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യോഗാ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും പുതുതലമുറയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും മേയർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ KR സ്മിത അധ്യക്ഷത വഹിച്ചു. CG ആൻഡ് AC കൺവീനർ M സുധ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ MA അനിത എന്നിവർ വിശിഷ്ടാതിഥികളായി. പ്രധാന അധ്യാപിക KP ബിന്ദു, ഹയർ സെക്കൻഡറി അധ്യാപിക KV സരള എന്നിവരും സംസാരിച്ചു. യോഗാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ ജില്ലയിലെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെൽ ഒരുക്കിയ നൃത്ത നാടക സംഗീത ശില്പം അറിയ കയങ്ങൾ അരങ്ങേറി. പുത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇളം തുരുത്തിയിൽ റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കേണ്ടതിനാൽ നാളെ ബുധനാഴ്ച രാവിലെ 10 മുതൽ മരം മുറിക്കൽ തീരുന്നതുവരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. പുത്തൂർ ഭാഗത്തു നിന്നുള്ള എല്ലാ വാഹനങ്ങളും പുഴമ്പള്ളം, ഇരവിമംഗലം എന്നീ വഴികളിലൂടെ തിരിഞ്ഞു പോകണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി ജൂൺ 27-ന് ചിയാരം മുടപ്പിലാവ് ക്ഷേത്രത്തിൽ നിന്നും രഥം വലിച്ചുള്ള യാത്ര നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഉച്ചയ്ക്ക് 1:30-ന് 100 കണക്കിന് കൃഷ്ണഭക്തന്മാർ രഥം വലിച്ച് വാഗയിൽ റോഡ്, ചിയാരം, ആൽത്തറ, ഒല്ലൂക്കാവ് ക്ഷേത്രം വഴി ചിയാരം കോൺവെന്റ് റോഡിലൂടെ മുടപ്പിലാവ് വഴി വൈകിട്ട് 7 മണിക്ക് മുടപ്പിലാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വാർത്താ സമ്മേളനത്തിൽ PS രഘുനാഥ്, ചിന്മയ ചൈതന്യദാസ്, സുരേഷ്, ഉജ്ജ്വൽ പറോയ്, സാഗർ സാന്ദ്ര എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയത്തിൽ മരോട്ടിച്ചാലിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മരോട്ടിച്ചാൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിരോയ് സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിനീഷ് പ്ലാച്ചേരി, ബ്ലോക്ക് സെക്രട്ടറിമാരായ പൌലോസ് ചെരടായി, ഷാൻസ് പൌലോസ്, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി റെജിൻ നാലുകണ്ടത്തിൽ, വാർഡ് മെമ്പർ TA അരോഷ് എന്നിവർ നേതൃത്വം നൽകി.
കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലും തെക്കൻ ഉത്തർപ്രദേശിന് മുകളിലും രൂപപ്പെട്ട ചക്രവാത ചുഴിയും ശക്തമായി തുടരുന്ന പടിഞ്ഞാറൻ കാറ്റുമാണ് മഴയ്ക്ക് കാരണം. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ KSRTC ബസിന് പിറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ആളൂർ സ്വദേശികളായ തൃശൂർ AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സംഗീത്, ചാർലിൻ ജോർജ് എന്നിവർക്കാണ് പരിക്ക്. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ AR ക്യാമ്പിലേക്ക് ജോലിക്ക് വരുമ്പോൾ നടത്തറ സിഗ്നലിലായിരുന്നു അപകടം. തൊട്ടു മുൻപിൽ പോവുകയായിരുന്ന KSRTC ബസ് ദേശീയപാതയിൽ ആളെ കയറ്റാൻ അശ്രദ്ധമായി പെട്ടെന്ന് നിർത്തിയതോടെ പിന്നിൽ വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി ബസിന് പുറകിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരായ ഇരുവരും തെറിച്ചു വീണു. മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്ന ചാർലി ജോർജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന് നെഞ്ചിലും കാലിനും പരിക്കേറ്റു. പുറകിലിരുന്ന സംഗീത് എന്ന പോലീസിന് നെഞ്ചിനും പരിക്കേറ്റു. ഉടൻ നടത്തറ ആക്ട്സ് പ്രവർത്തകർ ആംബുലൻസിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ ഇത്തരത്തിൽ KSRTC ബസ് നിർത്തുന്നത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ടും യാതൊരുവിധ നടപടിയും ബന്ധപ്പെട്ടവർ എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 7ാം ക്ലാസ്സുകാരനായ സ്റ്റെഫാൻ കഴിഞ്ഞ വേനൽ അവധിക്കാലം മുഴുവൻ ബസ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. സ്റ്റെഫാൻ ബസ് റെഡി. പകലും രാത്രി വൈകിയും ബസ് നിർമ്മിക്കുന്നതിനുള്ള സാമഗ്രികൾ തയ്യാറാക്കി. സംശയങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു. പിതാവ് ഇരവിമംഗലം കൊല്ലേലിൽ വീട്ടിൽ വർഗീസും അമ്മ ജീനയും അവന് പ്രോത്സാഹനം പകർന്നു. വേനൽ അവധിക്കാലം കഴിയും മുൻപ് സ്റ്റെഫാൻ താൻ സ്വന്തമായി നിർമ്മിച്ച ബസ് അവർക്ക് കാണിച്ചു കൊടുത്തു. റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ബസ് വെറും ബസ്സല്ല, ഡബിൾ ഡെക്കർ. മുൻവശത്തെ ഡോർ തുറക്കാൻ കഴിയും. അകത്ത് സീറ്റുകളും ക്രമീകരിച്ചു. റിമോട്ട് ഓണാക്കിയാൽ പാട്ട് കേൾക്കാനുള്ള സംവിധാനം. ചുവപ്പും പച്ചയും ലൈറ്റുകളും സജ്ജമാക്കി. ജീസസ് എന്നാണ് ബസിന്റെ പേര്. ബസ് ഓടുമ്പോൾ മുൻവശത്ത് ജീസസ് എന്ന് എഴുതിയിടത്തും ചുവന്ന ലൈറ്റ് കത്തും. ചെറുപ്പം മുതൽ കിട്ടുന്ന കളിപ്പാട്ടങ്ങൾ അഴിക്കുന്നതും വീണ്ടും ശരിയാക്കുന്നതും സ്റ്റെഫാന്റെ ഇഷ്ടവിനോദമായിരുന്നു. ബസ്സുകളോട് പ്രത്യേക താല്പര്യമാണ്. ഇൻസ്റ്റഗ്രാമിൽ കൊച്ചുവാഹനങ്ങൾ നിർമ്മിക്കുന്ന റീലുകൾ കണ്ടാണ് തനിയെ ബസ് നിർമ്മിച്ചാലോ എന്ന ആലോചന വന്നത്. റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ബോട്ട് നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സ്റ്റെഫാൻ. എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആകുക എന്നതാണ് സ്വപ്നം. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ്സുകാരിയായ സഹോദരി സേവറിൻ മികച്ച ബോട്ടിൽ ആർട്ട് കലാകാരിയാണ്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ജിൻഡോസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC, ജിൻഡോസ്, അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി. JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വാർത്തകൾ തുടരുന്നു. പാണഞ്ചേരി പഞ്ചായത്തിലെ തെക്കുംപാടം പ്രദേശത്ത് അടുത്തടുത്തായി കട നടത്തുന്ന 2 വ്യാപാരികൾ അന്തരിച്ചത് നാടിനെ ദുഃഖത്തിലാഴ്ത്തി. രോഗബാധിതനായിരുന്ന ചീരമ്പത്ത് കുമാരന്റെ മകൻ 60 വയസ്സുള്ള ലെവൻ തിങ്കളാഴ്ച വൈകിട്ട് മരിച്ചു. പരിസരത്തെ മറ്റൊരു വ്യാപാരിയായ കരിമ്പുവളപ്പിൽ മാധവന്റെ മകൻ പരമൻ എന്ന 65-കാരൻ ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ചു. ഖത്തറിലുള്ള പരമന്റെ മകന് ഗൾഫ് യുദ്ധം മൂലം വിമാനം റദ്ദാക്കിയതിനാൽ എത്തിച്ചേരാനായിട്ടില്ല. സംസ്കാരം മകൻ എത്തും വരെ നീട്ടിവച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ജനപ്രതിനിധികൾ എന്നിവർ 2 വീടുകളിലുമെത്തി അനുശോചനം അറിയിച്ചു. യുവാവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. ആലപ്പുഴ ചേർത്തല വില്ലേജ് മുരുകൻ എന്നയാളെയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു വി, ചാലക്കുടി ഇൻസ്പെക്ടർ SI-മാരായ പാട്രിക്, ജോഫി ജോസ്, ASI ബൈജു, CPO-മാരായ മാർട്ടിൻ പോൾ, അഗസ്റ്റിൻ, അജിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.
മാള കുമ്പിടിയിൽ അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജ്യേഷ്ഠന് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ. മാള കുമ്പിടി സ്വദേശി നാലുകണ്ടൻ വീട്ടിൽ വർഗീസ് എന്നയാളുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർ സുധാകരൻ എന്നിവർ ചേർന്ന് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 30 സാക്ഷികളെ വിസ്തരിച്ചു. 19 തൊണ്ടി മുതലുകളും 53 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല, അഡ്വക്കേറ്റ് ജോർജി ജോർജ്, പബ്ലിക് പ്രോസിക്യൂട്ടർ ഇരിങ്ങാലക്കുട, അഡ്വക്കേറ്റ് ശ്രീദേവ് തിലക് എന്നിവർ നടപടികൾ ഏകോപിപ്പിച്ചു. മാള കുമ്പിടി സ്വദേശി നാലുകണ്ടൻ വീട്ടിൽ ആൻറ്റു എന്നയാളെയാണ് ജ്യേഷ്ഠനായ പോൾ എന്നയാളുടെ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ ആൻറ്റുവിന്റെ വീടിന്റെ തെക്കുഭാഗത്തുള്ള പറമ്പിൽ വഴി ഉണ്ടാക്കിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ മുഖത്തും കഴുത്തിലും തലയിലും പലതവണ അടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. താമര വെള്ളച്ചാൽ ഒളകര ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് മന്ത്രി കെ രാജൻ വനാവകാശ രേഖ കൈമാറി. കേരള കാർഷിക സർവകലാശാലയുടെ 2024 ബിരുദദാന ചടങ്ങ് ജൂലൈ 26 ഗവർണർ നിർവഹിക്കും. കനത്ത മഴ ആസ്വദിച്ചും അവഗണിച്ചും അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.